നമുക്കിന്ന് വളരെ പെട്ടെന്ന് ഒരു കുക്കർ മന്തി ഉണ്ടാക്കിയാലോ? നമ്മൾ എപ്പോഴും ചിക്കൻ കൊണ്ടൊക്കെയല്ലേ ഉണ്ടാക്കുന്നത്. നമുക്ക് വെറൈറ്റിക്ക് ഒരു ബീഫ് മന്തി തന്നെ തയ്യാറാക്കാം. നല്ല സോഫ്റ്റ് ബീഫായിരുന്നു കേട്ടോ, ഇങ്ങനെ പൊടിഞ്ഞു പോകുന്നതായിരുന്നു. അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ? അതിനായിട്ട് ഞാനിവിടെ ബസ്മതി അരി എടുത്തിരിക്കുന്നത്. അത് ഞാൻ 1 മണിക്കൂർ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ബീഫ് മന്തിയുടെയോ ഇല്ലെങ്കിൽ നമുക്ക് ബിരിയാണിക്കൊക്കെ എടുക്കുന്ന രീതിയിലാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അതിലേക്ക് ഞാൻ 2 ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും 2-3 സവോള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ മന്തി മസാല, 3 ചിക്കൻ ക്യൂബ്, 1 കപ്പ് സൺഫ്ലവർ ഓയിൽ, പിന്നെ കളർ വേണമെങ്കിൽ ഈ സമയത്ത് കളർ ചേർക്കാം. എൻ്റെ കളറില്ലായിരുന്നു. പിന്നെ ടൊമാറ്റോ സോസും, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും, കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് നന്നായി ഒന്ന് കൈകൊണ്ട് തന്നെ നന്നായിട്ട് നമ്മുടെ ബീഫിലേക്ക് നമ്മൾ ഇതെല്ലാം എത്തുന്ന രീതി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അത്രയ്ക്ക് നല്ലതായിരിക്കും. നമ്മളിത് കുക്കർ അടിച്ച് വെച്ച് 3-4 വിസിലടിപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ബീഫ് മന്തിയുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. എനിക്കിവിടെ ഒരു 8ൻ്റെ പണി കിട്ടിയിട്ടുണ്ട്. ഞാൻ കുക്കർ മന്തി എന്നല്ല പറഞ്ഞത്, പക്ഷെ നമുക്ക് കുക്കറിൽ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പോട്ടിൽ തന്നെ ചെയ്യാൻ പറ്റി. കാരണം കുക്കറിൽ തന്നെ ആവി അടങ്ങിക്കഴിയുമ്പം അതിൽ തന്നെ റൈസിനുള്ള വെള്ളവും റൈസും കൂടി ഇട്ടാണ് ഒറ്റ വിസിലടുപ്പിച്ച് 20 മിനിറ്റ് കൂടെ വെച്ചിട്ടാണ് എടുക്കേണ്ടത്. അപ്പോഴാണ് നമ്മുടെ കുക്കർ മന്തി റെഡിയാകുന്നത്. പക്ഷേ ഇവിടെ ഞാൻ റൈസ് എടുത്തപ്പോൾ വെള്ളം അളന്നെടുക്കാൻ മറന്നുപോയി. അതാണ് എനിക്ക് കിട്ടിയ പണി. അപ്പോൾ ഞാനിത് നമ്മൾ വേവിച്ച് വെച്ച ബീഫെല്ലാം കൂടെ ഒരു പോട്ടിലോട്ട് ഇട്ടിട്ട് നമ്മൾ രണ്ടാമത് സെപ്പറേറ്റ് ചോറ് നമ്മൾ ഊറ്റിയെടുക്കുമായിരുന്നു. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഈ ബീഫിലുള്ള ആ എണ്ണയും കൂടെ അതിൻ്റെ മേളിലോട്ട് ഒഴിച്ചു കൊടുത്ത് 5-6 പച്ചമുളകും കൂടെ കുത്തി കൊടുത്തപ്പം നമ്മുടെ ബീഫ് മന്തിയുടെ ഏകദേശമൊക്കെ ആയി. ഇനി നമുക്ക് സ്മോക്കിംഗ് ഫ്ലേവർ കിട്ടണ്ടേ? അതിനായിട്ടൊരു കനലോ ഇല്ലെങ്കിൽ ചാർക്കോളോ എടുത്തിട്ട് നന്നായി ചൂടായതിന് ശേഷം കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് ഒന്ന് സ്മോക്കി ഫ്ലേവർ ആകുമ്പോൾ അടച്ച് വെക്കാം. അടച്ച് വെച്ചൊരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ തുറന്നു നോക്കാം. ആഹാ, എന്താ സ്മെല്ല്! പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എൻ്റെ റെഡ് ഫുഡ് കളർ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇപ്പം തോന്നും ഇതെന്താ ബീഫ് ബിരിയാണി ആയിരിക്കും. ബീഫ് ബിരിയാണി അല്ല, ഇത് ബീഫ് മന്തി തന്നെയാണ്. ടേസ്റ്റ് വൈസ് മന്തിയാണ്, പക്ഷേ കളർ നോക്കുമ്പോൾ ബീഫ് ബിരിയാണിയാന്ന് തോന്നും. നിങ്ങൾക്കും തോന്നുന്നില്ലേ? എനിക്കും തോന്നിയായിരുന്നു. പക്ഷേ കഴിച്ച് നോക്കിയപ്പോൾ നമ്മുടെ ബീഫ് മന്തി തന്നെയായിരുന്നു. ടേസ്റ്റ് അതായിരുന്നു. എന്നാലും ഒരു നല്ല മണവും ആ മയോണൈസും കെച്ചപ്പും എല്ലാം കൂടെ ആയിട്ട് കഴിക്കാൻ എന്താ ഒരു ടേസ്റ്റായിരുന്നു പറയുമോ. ഇങ്ങനെ ബീഫ് എടുക്കുമ്പോൾ കയ്യിൽ ഇങ്ങനെ പൊടിഞ്ഞു പോകുമായിരുന്നു. അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു. എന്തായാലും ട്രൈ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ബീഫ് കൊണ്ടുവരുന്നുണ്ട് ഒന്ന് മന്തി ഉണ്ടാക്കി നോക്ക്. എങ്ങനെയുണ്ടെന്ന് അറിയാലോ. ഇപ്പോൾ നമ്മുടെ മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട്. കയ്യിലോട്ട് എടുക്കുമ്പോൾ തന്നെ ബീഫ് പൊടിഞ്ഞു പോകുന്നു. അത്രയ്ക്ക് സോഫ്റ്റായിരുന്നു. എന്തായാലും എല്ലാവരും ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ടേസ്റ്റ് വൈസ് ആണെങ്കിലും സൂപ്പറായിരുന്നു. എന്തായാലും ഇക്കാക്കും പിള്ളേർക്കും കൊടുത്തു നോക്കാം. അവർ പറയട്ടെ എങ്ങനെയുണ്ടെന്ന്. ബീഫ് എങ്ങനെയാണ് നോക്കാം. എന്താ ബീഫൊക്കെ ഇങ്ങനെ കണ്ടോ, പൊടിഞ്ഞു പോകും. അതിനകത്ത് നമുക്ക് 2 പീസ് ബീഫ് കൂടെ ഇങ്ങനെ വെച്ചിട്ട് കൊള്ളാം കേട്ടോ. വെറുതെ പറയില്ല, നന്നായിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഒരു വെറൈറ്റിയാണ്. എങ്ങനെയുണ്ട് സച്ചിക്കട്ട മന്തി? അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.